ISRO ചെയർമാൻമാരുടെ പേരുകൾ ചോദിച്ചാൽ ക്രമം തെറ്റാതെ വിക്രം സാരാഭായ് മുതലുള്ള പേരുകൾ പറഞ്ഞ് ശ്രീവല്ലഭ് എന്ന 4 വയസ്സുകാരൻ നമ്മെ ഞെട്ടിക്കും. മാന്നാർ കുട്ടമ്പേരൂർ സാരഥിയിൽ രഞ്ജിത്തിന്റെയും സുസ്മിതയുടെയും ഏക മകനാണ് ശ്രീവല്ലഭ്. ISRO ചെയർമാൻമാരുടെ പേരുകൾ ചോദിച്ചാൽ അന്താളിച്ചു നിൽക്കുന്ന മുതിർന്നവർക്കു മുന്നിൽ ഒന്നുപോലും വിടാതെ ക്രമം തെറ്റാതെ വിക്രം സാരാഭായ് മുതലുള്ള പേരുകൾ പറഞ്ഞ് ശ്രീവല്ലഭ് എന്ന 4 വയസ്സുകാരൻ നമ്മെ ഞെട്ടിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ, രാജ്യങ്ങളുടെ പതാകകൾ, ശാസ്ത്രജ്ഞന്മാർ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവയെല്ലാം ഈ കുരുന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ഏവരും ഒന്നമ്പരക്കും. പുരാണങ്ങളും ഉപനിഷത്തുകളും പാരായണം ചെയ്തുവരുന്ന ഈ കൊച്ചുമിടുക്കൻ ഭഗവത്ഗീത ധ്യാന ശ്ലോകം, ഗണേശ പഞ്ചരത്നം, രാമായണം സുന്ദരകാന്ഡം, 25 സംസ്കൃത ശ്ലോകങ്ങൾ, ഭഗവത്ഗീത 15ാം അധ്യായം എന്നിവകൾ ചൊല്ലി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മൾട്ടി ടാലന്റഡ് കിഡ്സ് വിഭാഗത്തിലും ഇടം നേടിയിരിക്കുകയാണ്. പുരാണമുനിര മധ്യേ മഹാഭക്തം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടാദശാധ്യായനി അമ്പത്വ. കർണാടക സംഗീതത്തിലെ ഗുരുതുല്യരെയും പുതിയ തലമുറയിലെ സംഗീതജ്ഞരെയും ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞും ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞാൽ വീട്ടിലെ ഗ്രന്ഥശേഖരത്തിൽ നിന്ന് പുറംചട്ട മനസ്സിലാക്കി എടുത്തു നൽകിയും 2 വയസ്സ് തികയും മുമ്പേ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഈ കൊച്ചുമിടുക്കൻ ഇടം നേടി. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നിരവധി പുരസ്കാരങ്ങളും അനുമോദനങ്ങളും ശ്രീവല്ലഭിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന്നാർ കുട്ടമ്പേരൂർ സാരഥിയിൽ രഞ്ജിത്തിന്റെയും സുസ്മിതയുടെയും ഏകമകനായ ശ്രീവല്ലഭ് 4 മാസം പ്രായമുള്ളപ്പോൾ മുതൽ കേട്ട് ശീലിച്ച അഷ്ടപതിയിലൂടെ സംഗീത ലോകത്തേക്ക് പിച്ചവെച്ച് നടന്നു തുടങ്ങി. അതുവഴി ഇടയ്ക്കയോട് ഇഷ്ടം തോന്നിയപ്പോൾ അമ്മ തന്നെ നിർമ്മിച്ചു നൽകിയ ഇടയ്ക്ക ആദ്യ കളിക്കൂട്ടുകാരനായി മാറി. പിന്നീട് മൃദംഗവും വയലിനും ഒപ്പം കൂടുകയായിരുന്നു. APJ അബ്ദുൽ കലാമിനെയും CV രാമനെയും മധുസൂദനൻ നായരുടെ കവിതകളെയും അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വായിച്ചു കേട്ട് ഹൃദയത്തിലേറ്റിയ ശ്രീവല്ലഭിന് അബ്ദുൽ കലാമിനോട് ഏറെ ആരാധന തോന്നി. സ്വന്തം മുറിയിൽ അബ്ദുൽ കലാമിന്റെ ചിത്രങ്ങളാണ് ഈ 4 വയസ്സുകാരൻ പതിച്ചിരിക്കുന്നത്. വളർന്നപ്പോൾ അത് തനിയെ കൊട്ടാൻ തുടങ്ങി. ആദ്യമായിട്ട് ഇടയ്ക്ക് കുട്ടിയത് സംഗീതജ്ഞനായി പിന്നണി ഗായകനുമായിട്ടുള്ള ശ്രീ അനൂപ് ശങ്കറുടെ ഒരു ചന്ദ്രചൂഡ എന്ന് പറയുന്ന ഒരു പാട്ടിന് മോൻ ഇടയ്ക്ക് കുട്ടി. അത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം അമ്പലപ്പുഴയിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഗാനസദസ്സ് ഉണ്ടായിരുന്ന സമയത്ത് മോൻ്റെ കാര്യം അദ്ദേഹം ആ സദസ്സിൽ സൂചിപ്പിക്കുകയും മോൻ വളർന്നു വരുമ്പോൾ ഒരു വലിയ ഇടയ്ക്ക വാദ്യ കലാകാരനായിട്ട് വളർന്നു വരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ശാസ്ത്രജ്ഞരുടെയും രാഷ്ട്ര തലവന്മാരുടെയും പസിൽസുകൾ നൽകിയാൽ അതിവേഗം യോജിപ്പിക്കാൻ ശ്രീവല്ലഭിനുള്ള കഴിവും ഏറെയാണ്. സൽസ്വരൂപാനന്ദ സ്വാമിയുടെ അനുഗ്രഹവും ആശീർവാദവും ഏറെ ലഭിച്ചിട്ടുള്ള ഈ കൊച്ചുമിടുക്കന് ചലച്ചിത്ര പിന്നണി ഗായകൻ അനൂപ് ശങ്കർ, സംഗീതജ്ഞരായ NJ നന്ദിനി, ജയശ്രീ രാജീവ്, ശരത്, കാർട്ടൂണിസ്റ്റ് ജിതേഷ് എന്നിവരെയെല്ലാം ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ സുഹൃത്തുക്കളാക്കാൻ കഴിഞ്ഞതും ഈ കൊച്ചുമിടുക്കന്റെ നേട്ടങ്ങളാണ്. ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിൽ LKG വിദ്യാർത്ഥിയായ ശ്രീവല്ലഭിന് ISRO ചെയർമാനാകണമെന്നതാണ് ആഗ്രഹം. മൊബൈൽ അകറ്റി നിർത്തിയതാണ് മകന്റെ ഈ നേട്ടങ്ങളുടെ കരുത്തെന്ന് പ്രവാസ ജീവിതം മതിയാക്കിയെത്തിയ അച്ഛൻ രഞ്ജിത്തും PhD ഗവേഷക വിദ്യാർത്ഥിനിയായ അമ്മ സുസ്മിതയും പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അത്ഭുതമാവുകയാണ് ലിറ്റിൽ മാസ്റ്റർ ശ്രീ വല്ലഭാർ സാരഥി. തലമുറയ്ക്ക് ഒരു പാഠമായിരിക്കണം. മൊബൈലിലെ ഒരു അതിപ്രസരമാണ് ഇപ്പം കുഞ്ഞുങ്ങൾക്കുള്ളത്. അതിൽ പാടി ഒഴിവാക്കി ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ കുഞ്ഞിൻ്റെ മൊബൈൽ കാണിക്കത്തുള്ളൂ. ഇപ്പം സംഗീതജ്ഞരുടെ കച്ചേരി കേൾക്കാനായാലും ചില അല്ലറ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മൊബൈൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതൊരു കുഞ്ഞുങ്ങൾക്കൊരു പാഠമായിരിക്കണം. കാരണം ന്യൂസ് ബ്യൂറോ, മാന്നാർ.